ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോട്ടൂരാണ്. കോട്ടൂര് സ്പീഡ് ബോട്ടിന് വേണ്ടി വന്നേക്കാം കേട്ടോ. 3 സ്ഥലങ്ങൾ നമ്മൾ ബോട്ടിൽ കവർ ചെയ്യുന്നുണ്ട്. 3 സ്ഥലങ്ങൾ ബ്ലൂ കേവ്, മമുലയാണ് കേട്ടോ. പിന്നെ വേറെ എന്താ സ്ഥലം? ലേഡി ഓഫ് റോക്കും കൂടി. അപ്പം നമുക്ക് കാണാവേ. തലേന്ന് രാത്രിയാട്ടോ ഞങ്ങൾ ഓൺലൈൻ ബോട്ടിംഗ് ബുക്ക് ചെയ്തേ. എറൗണ്ട് 3 hours ആണ് ബോട്ടിംഗ് ചെയ്യാൻ വരുന്നത്. അതുപോലെ കുറച്ചധികം സ്പോർട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 സ്പോർട്സ് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. പെർ പേഴ്സൺ 45 euros ആണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് യൂസ് ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് പ്രൈസ് അതിൽ കുറവായിട്ട് കിട്ടി. On the right side is Lady of the Rock. It was the story the 2 seamen came from us, and it was just one rock in the middle of the sea, and they found the icon of this. ലേഡി ഓഫ് റോക്ക് ആണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട്. ഈ മഞ്ഞ ഷർട്ടിട്ട ചേട്ടൻ പുള്ളിയാട്ടോ ഞങ്ങളുടെ ഡ്രൈവർ. പുള്ളി തന്നെയാണ് ഞങ്ങളുടെ ഗൈഡും. പുള്ളി ഓരോ സ്പോട്ടിന് മുന്നും വളരെ വെൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം പുള്ളി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ലേഡി ഓഫ് റോക്കിൽ എത്തിയിരിക്കുക കേട്ടോ. ഇതൊരു ഐലൻഡാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. കണ്ടോ, ഞങ്ങൾ ബോട്ടിൽ കൊണ്ട് ഇവിടെ ഇറക്കിയിരിക്കുകയാണ്. ഇത് 2 തരം റോക്ക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞേ. ഈ ലേഡി ഓഫ് റോക്ക് ചർച്ച് ഒരു മാൻ മെയ്ഡ് ഐലൻഡാന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഏകദേശം ഒരു 1452 നമ്മുടെ സീമെൻസ് മീൻപിടുത്തക്കാർ കടലിൽ പോയപ്പോൾ അവർക്കൊരു ഐക്കൺ ഓഫ് മെഡോണ ആൻഡ് ചൈൽഡിൻ്റെ ഒരു പിക്ചർ കിട്ടി, മാതാവിൻ്റെ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ. അതിന് ശേഷമുള്ള എല്ലാ വോയേജും, ഒരു സക്സസ്ഫുൾ വോയേജിന് ശേഷം അവർ ഓരോ കല്ല് കടലിലോട്ടിടാൻ തുടങ്ങി. അങ്ങനെ ഇവഞ്ച്വലി കല്ലിട്ട് അത് ഓവർ ടൈമിൽ ഒരു ഐലാൻഡായിട്ട് മാറുകയാണ്. അങ്ങനെ അതൊരു ചർച്ചായിട്ട് ലേഡി ഓഫ് റോക്ക് എന്ന് പറഞ്ഞ് മാറി. ഞങ്ങൾക്ക് ഈ ഐലാൻഡിൽ ഒരു 15 to 20 minutes ആട്ടോ സ്പെൻഡ് ചെയ്യാൻ പുള്ളി തന്നേക്കുന്ന ടൈം. ഈ ഐലാൻഡിൽ കാണുന്ന എല്ലാ മനുഷ്യരും ഇതേപോലെ ഓരോ ബോട്ടിൽ വന്നിറങ്ങിയിരിക്കുന്നവരാട്ടോ. ഇതൊരു 17th century പണിത ഒരു ചർച്ചാണ് ലേഡി ഓഫ് റോക്ക്. ഇതൊരു മ്യൂസിയം പോലെയാണ്. കുറേ ഫേമസ് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിൻറ്റിങ് ഒന്ന് നോക്കി നിൽക്കാനുള്ള ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചുറ്റും ഒന്ന് കറങ്ങി, പിന്നെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് സ്പോട്ട്, സബ്മറൈൻ ടണൽ അല്ലെങ്കിൽ സബ്മറൈൻ കേവ് എന്നൊക്കെ കേട്ടോ പറയുന്നത്. പണ്ടത്തെ യൂഗോസ്ലാവ് ആർമി പണിതതാണ് ഈ കേവും ടണലൊക്കെ, ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി. ഈവൻ സാറ്റലൈറ്റിനും സ്പൈ പ്ലെയിനും ഒന്നും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇവർ ഫേക്ക് റോക്കൊക്കെ വെച്ച് ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗം കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടിൽ ത്രൂ ഔട്ട് നല്ല അടിപൊളി കുറേ സോങ്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് പുള്ളി നല്ല മണി ഹേസ്റ്റിലെ മറ്റു പാട്ടില്ലേ ഫേമസ് ആയിട്ടുള്ള സോങ്, അതുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് കാരണമുണ്ട് നമുക്കത് ഇടാൻ പറ്റില്ല. ഇനി മോണ്ടിനിഗ്രോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. മോണ്ടിനിഗ്രോയിൽ മെയിനായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അവർ മോണ്ടിനിഗ്രിയൻ ആണ്. അല്ലാതെ വളരെ ടൂറിസ്റ്റ് പ്ലേസിലും അല്ലാതെ കുറച്ച് പ്ലേസിലാണ് ഇംഗ്ലീഷ് അറിയുന്നവരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എയർബിഎൻപിയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഇവരുടെ ലാംഗ്വേജുമായിട്ടായിരിക്കും കൂടുതൽ ഫ്ലുവൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് കുറച്ച് പാടായിരിക്കും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ബോട്ട് ജേണിയുടെ ഇടയിൽ പുള്ളി ബോട്ടൊക്കെ ഓടിക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു അവസരം തന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. സ്പീഡ് കൺട്രോളൊക്കെ ചെയ്യാൻ പുള്ളി ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരും. അതിന് പുള്ളി സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞങ്ങളുടെ ജേണിയുടെ വൺ ഓഫ് ദി ഫൈനൽ ആൻഡ് ബെസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടായിരുന്നു ഈ ബ്ലൂ കേവ് കേട്ടോ. കേവിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പുറത്തൊരു സ്പോട്ട് ഉണ്ടായിരുന്നു, ശരിക്കും ബ്ലൂ സീ. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ സീയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു കേട്ടോ. നീന്തൽ അറിയില്ലാത്തതുകൊണ്ടും എന്തോ ആരും എന്നെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ടും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ റിഗ്രറ്റ് ആണ് കേട്ടോ.
പിന്നെ ആ വിഷമം മാറാൻ വേണ്ടി നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുറച്ച് കൂൾ ഡ്രിങ്ക്സും വാട്ടറും ബിയറൊക്കെ ഉണ്ടായിരുന്നു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതൊക്കെ ഞങ്ങൾക്ക് തന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിപൊളിയായിട്ട് റിട്ടേൺ ചെയ്തു. വിവിങ് കടലിലൊക്കെ ഇറങ്ങി കുളിച്ച് നീന്തി വന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ബോട്ട് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളുടെ മൊണ്ടിനിഗ്രോ ട്രിപ്പിൽ തന്നെ ഏറ്റവും അടിപൊളി ഡേ അന്നത്തെ ഡേ ആയിരുന്നു കേട്ടോ. Okay. Hi guys. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബോട്ട് ട്രിപ്പ്? അടിപൊളി. ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ ഫൈനൽ സ്റ്റേയിലോട്ട് ചെക്ക് ചെയ്തു കേട്ടോ. ഞങ്ങളുടെ സ്റ്റേ എല്ലാം ഞങ്ങൾ UK നിന്ന് 2-3 വീക്കിന് മുന്നേ പ്രീ ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ സ്റ്റേ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വ്യൂ ആണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റ് പൂളായിരുന്നു അത്. അതുപോലെ തന്നെ സീയിലോട്ട് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. സൺബെഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞങ്ങൾ റെഡിയായി ബീച്ചിലോട്ട് പോകാൻ റെഡിയായി ഇറങ്ങി കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലുള്ള ഷോപ്പിംഗ് സെൻറ്റർ ആണ് കേട്ടോ ഇത്. ഒത്തിരി കളക്ഷനൊന്നുമില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ട സൺഗ്ലാസസും ബീച്ച് വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാതെ ഞങ്ങളിങ്ങനെ ചുമ്മാ കയറി ഒന്ന് നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും മൊണ്ടിനിഗ്രോയുടെ കൊച്ചു മോണുമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൺട്രി വിസിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായി. My name Ali. I live in England. I work with India people. Oh, nice. Habibi here. Habibi. ഈ കാണുന്ന പുള്ളിനെ കണ്ടോ? ഒരു രക്ഷയില്ലാത്ത പുള്ളിയാട്ടോ. ഇതേപോലത്തെ ഒരു വ്യക്തി മതി നമ്മുടെ ബിസിനസ്സൊക്കെ പച്ചപിടിക്കാൻ. അതുപോലെ അടിപൊളിയായിരുന്നു പുള്ളിയുടെ ക്യാൻവാസ്. വൈകിട്ട് വീട്ടിൽ ചെന്ന് ഗ്രില്ലൊക്കെ അടിച്ച് കൂടണം എന്ന് വിചാരിച്ച ഞങ്ങൾ പുള്ളിയുടെ ക്യാൻവാസിൽ വീണ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. സീ ഫുഡും ഗ്രില്ലും സീ സൈഡാണ്. അടിപൊളിയായിരുന്നു ഫുഡും ആംബിയൻസും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ മൊണ്ടിനിഗ്രോ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ലണ്ടനിലേക്ക് പോവാണ്. ബിസ് എയർലൈൻസ് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ്